ഇന്നത്തെ റെസിപ്പി സോയാബീൻ പയർ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് സോയാബീൻ പയർ. ഇത് നന്നായിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഒരു 4 വിസിൽ വരെ കുക്കറിൽ അടിച്ചെടുത്തതാണ്. ഇതുപോലെ വെന്ത് വരണം. അപ്പോൾ അതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നോക്കാം. 2 സ്പൂണ് തൈര്, അതുപോലെ 2-3 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരു സവാള, മല്ലിയില, അതുപോലെ ഒരു തക്കാളി ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചെടുക്കാം. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ല ജീരകം ചേർത്തെടുക്കാം. നല്ല ജീരകമൊക്കെ അതിൻ്റെ കൂടെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെയുള്ള കറികൾക്ക്. അതിലേക്ക് 2 വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളിയൊക്കെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. വെളുത്തുള്ളിയൊക്കെ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാനും നല്ലതാണ് വെളുത്തുള്ളി നല്ല ജീരകമൊക്കെ. എൻ്റെ അടുത്ത് വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ 3 അല്ലി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4-5 അല്ലി എടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊരു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആണ് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരും സാധാ എരിവുള്ള മുളക് പൊടിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടെടുത്തത്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇതാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് ചേർത്തെടുക്കാം. തക്കാളി അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കട്ടോ. ഞാൻ തക്കാളി ജ്യൂസ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള കറിയിൽ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 സ്പൂൺ തൈരും ചേർത്തെടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കുന്നത്. നോർത്ത് ഇന്ത്യൻസൊക്കെ ഇതുപോലെയാണ് കറി വെക്കാറ്. നല്ല ജീരകം, വെളുത്തുള്ളി ഓരോ എല്ലാ കറികളിലും ഉൾപ്പെടുത്തും. അതേപോലെ തൈരും ഏകദേശം ഒരുവിധം കടല, പയർ ഐറ്റംസിലൊക്കെ അവർ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തത് നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മസാലയിലേക്കൊക്കെയുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അതിൽ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഞാൻ ഒഴിച്ചത്. ഒരുപാട് വെള്ളം ഇല്ലായിരുന്നു. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഞാനിത് കുറച്ച് ഇതാണ് ഉലുവയിലാണ്, കസൂരി മെത്തിയാണ്. എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് കിടുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. കസൂരി മെത്തി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടെടുക്കാം. അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടെടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പയറിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.